ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം എന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും മാറിയിട്ടില്ല. ആ പിന്നോക്കാവസ്ഥ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഏറ്റവും വലിയ സാംസ്കാരിക കേരളം എന്ന് പറയുന്ന കേരളത്തിൽ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈയിടെ കഴകം ജോലിക്ക് ഒരു ഈട വിഭാഗത്തിൽപ്പെട്ട ഒരാളിന് ഒരു PSC നിയമനം ലഭിച്ചു പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തെ ചെയ്യുവാൻ അവിടെയുള്ളവർ അനുവദിച്ചില്ല. അദ്ദേഹം ഒടുവിൽ സഹികെട്ട് അവിടെ നിന്ന് രാജിവെച്ചു പോവുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നും ആ അവസ്ഥ ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും നിലനിൽക്കുകയാണ്. ഈ അവസ്ഥ മാറാതെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഏറ്റവും സുന്ദരമായ ഭരണഘടന ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മതങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? അവരുടെ മതങ്ങൾ വിശ്വസിക്കുവാനും മതങ്ങളുടെ പ്രവർത്തനം നടത്തുവാനും പ്രചരിപ്പിക്കുവാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നിർബന്ധിതമായ മതപരിവർത്തനമല്ലാത്ത എല്ലാവിധമായ സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ച ഒരു ഭരണഘടന. ആ ഭരണഘടനയുടെ ഓരോ മൂല്യങ്ങളും ഇന്ന് തച്ച് തകർക്കപ്പെടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹി ക്രിസ്തീയ സഹോദരന്മാർക്ക് ആ കുരുത്തോല, ആ കുരിശിന്റെ ആ നാദം മുഴക്കൊണ്ടുള്ള ഒരു സഞ്ചാരം നടത്തുവാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ ഭരണഘടന ഇപ്പം നിഷേധിച്ചിരിക്കുകയാണ്. ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ സാഹചര്യം നിഷേധിച്ചിരിക്കുകയാണ്. പള്ളികൾക്ക് മറ്റുള്ളവരുടെ ഘോഷയാത്രകളും എല്ലാം നടക്കുമ്പോൾ ആ പള്ളികൾ കെട്ടിമറക്കണമെന്നുള്ള ഒരു സാഹചര്യം ഇന്ത്യയുടെ വടക്കൻ മേഖലയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ ഭരണഘടന ഓരോ വശങ്ങളും തച്ചു തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ അപകടകരമായ ഒരവസ്ഥ വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആ ഭരണഘടനയെ സംരക്ഷിക്കപ്പെടണം. ഇപ്പൊ ഭരണഘടനയുടെ ഒരൊറ്റ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ പാർലമെന്റ് ഇരുസഭകളും ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ പറ്റും. ഇപ്പൊ ഓരോന്നും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്താൽ പോലും അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല.